UAPA കേസിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുർകാശത്തേക്ക് ആശ്വാസം. അറസ്റ്റും റിമാൻഡും സുപ്രീംകോടതി അസാധുവാക്കി. ഉടൻ ജാമ്യത്തിൽ വിട്ടയക്കാനും നിർദ്ദേശം. ന്യൂസ് ക്ലിക്കിലേക്ക് ചൈനീസ് ഫണ്ട് എത്തിയെന്നായിരുന്നു ഡൽഹി പോലീസിന്റെ FIR. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡൽഹി പോലീസിന് തീർച്ചയായും ഒരു തിരിച്ചടിയാകുന്നു ഇത്. കാരണം ഈ റിമാൻഡ് റിപ്പോർട്ട് അഭിഭാഷകനും പുർകാശത്തേക്കും നൽകിയില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു കോടതി. സ്മിത, തീർച്ചയായും ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ന്യൂസ് ക്ലിക്ക് കേസിൽ ഏറ്റിരിക്കുന്നത്. സുപ്രീം കോടതി ന്യൂസ് ക്ലിക്കിന്റെ എഡിറ്റർ പ്രബീർ പുരകായസ്ഥയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പ്രബീർ പുരകായസ്ഥയുടെ അറസ്റ്റും ഒപ്പം തന്നെ റിമാൻഡും നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അനുകൂലമായ ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അറസ്റ്റിന്റെ കാരണം എന്താണ് എന്നുള്ളത് പുരകായസ്ഥയെ അറിയിച്ചിട്ടില്ല എന്നത് തന്നെ അറസ്റ്റിനെ ദുർബലമാക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. റിമാൻഡ് ഓർഡർ അസാധുവാണെന്നും കോടതി വ്യക്തമാക്കി. അതായത് പ്രബീർ പുരകായസ്ഥയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ അറസ്റ്റ് ഒപ്പം തന്നെ ഡൽഹി പോലീസിന്റെ റെയ്ഡും കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് നടക്കുന്നത്. അതിന് പിന്നാലെ തന്നെ കടുത്ത വിമർശനങ്ങൾ പോലീസിന്റെ നടപടിക്കെതിരെ ഉയർന്നിരുന്നു. ഈ ചൈനീസ് ഫണ്ടിംഗ് ആരോപണവുമായാണ് ന്യൂസ് ക്ലിക്കിനെതിരായ നടപടി ഉണ്ടായത്. തുടർന്ന് എഡിറ്ററെ തന്നെ അറസ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ UAPA വകുപ്പ് ചുമത്തുകയും ചെയ്തു. ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതി നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വിചാരണ പൂർത്തിയായ കേസിലെ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ശരി, ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്ഥയെ വിട്ടയക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്.